പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലയാള പൊരുളിലേക്ക് സ്വാഗതം. മലയാളികൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹാഗുരുവിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അത് മറ്റാരുമല്ല, പ്രൊഫസർ പന്മന രാമചന്ദ്രൻ നായർ. മലയാള ഭാഷയുടെ സ്വാഭാവിക സൗന്ദര്യത്തിനും അതുപോലെ തന്നെ ശരിയായ മലയാളത്തിൻ്റെ പ്രയോഗത്തിനും വേണ്ടി തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഒറ്റയാൾ പോരാട്ടം നടത്തിയ ഒരു വലിയ ഭാഷാസ്നേഹിയും പണ്ഡിതനുമായിരുന്നു പന്മന രാമചന്ദ്രൻ നായർ. അദ്ദേഹം 2018 ജൂൺ 5-ാം തീയതിയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. മലയാളത്തോടുള്ള അടക്കാനാവാത്ത താല്പര്യം കൊണ്ട് മലയാളം ഐച്ഛിക വിഷയമായി എടുത്ത് പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് അദ്ദേഹം. 1955 അന്നത്തെ തിരുവനന്തപുരം രാജകീയ കലാലയത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം MA-ക്ക് ചേരാൻ വരികയാണ്, മലയാളം MA-ക്ക്. അന്ന് കോന്നിയൂർ മീനാക്ഷിയമ്മ ആണ് അവിടുത്തെ പ്രൊഫസർ, മലയാളത്തിൻ്റെ പ്രൊഫസർ. സ്വാഭാവികമായും 15 സീറ്റാണെന്ന് മലയാള MA-ക്ക് കോളേജിലുള്ളത്. ടീച്ചർ പന്മനയുടെ രാമേന്ദ്രൻ നായരുടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങി നോക്കിയപ്പോൾ അദ്ദേഹം പഠിച്ചിട്ടുള്ളത് ഐച്ഛികമായി ഡിഗ്രിക്ക് പഠിച്ചത് ഊർജ്ജതന്ത്രമാണ്. ഉപഭാഷയായി പഠിച്ചത് ഹിന്ദിയും സംസ്കൃതവുമൊക്കെയാണ്. കൂടാതെ സംസ്കൃതം ശാസ്ത്രി പരീക്ഷ പഠിച്ചിട്ടുമുണ്ട്. മലയാളം ഒരിടത്തും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് മലയാളത്തിൽ ചേരുക? അതുകൊണ്ട് തൻ്റെ നിസ്സഹായാവസ്ഥ ടീച്ചർ വെളിപ്പെടുത്തി. പക്ഷേ പിൻവാങ്ങാൻ വിദ്യാർത്ഥി തയ്യാറായില്ല. തനിക്ക് എങ്ങനെയും മലയാളം പഠിച്ചേ പറ്റൂ. ഒടുവിൽ ടീച്ചർ വിദ്യാർത്ഥിക്ക് ഒരു വിഷയം ഉപന്യാസം എഴുതാനായി കൊടുക്കുകയാണ്. ആ ഉപന്യാസം വായിച്ച ടീച്ചർ അപ്പോൾ തന്നെ പ്രത്യേകമായ ഒരു ഉത്തരവിൽ പന്മന രാമേന്ദ്രൻ നായർ മലയാള പഠനത്തിനായി MA ക്ലാസ്സിൽ ചേർത്തു. സംഭവിച്ച അത്ഭുതം, പഠനകാലം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് പ്രൊഫസർ ഗോദവർമ്മയുടെ പേരിലുള്ള സ്വർണ്ണ മെഡൽ വാങ്ങി 1ാം റാങ്കോടെയായിരുന്നു പന്മന രാമേന്ദ്രൻ നായർ എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് മലയാള ഭാഷാ പഠനത്തിന് വേണ്ടി എത്രമാത്രം ആഗ്രഹത്തോടുകൂടി അതിൽ എത്രമാത്രം ലയിച്ചിട്ടാണ് അദ്ദേഹം സ്വന്തം ജീവിതത്തെ കൊണ്ടുപോയത് എന്നുള്ള ഒരു കാര്യമാണ്. പന്മനയെ പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാഷാശുദ്ധിക്ക് വേണ്ടി വാശി പിടിക്കുന്ന ഒരാളാണ്. അക്ഷരത്തെറ്റുകളുടെയും വാക്യഘടനയിൽ വരുന്ന പ്രശ്നങ്ങളുടെയും പേരിൽ ഒരുപാട് വഴക്കുണ്ടാക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്കൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല വാസ്തവം. അദ്ദേഹം ചില നിയമങ്ങൾ പറയുന്നു. നമ്മുടെ ഭാഷ നല്ല ശൈലിയിലും അതിൻ്റെ സ്വാഭാവികമായ ഓജസ്സിലും സൗന്ദര്യത്തിലൊക്കെ പ്രയോഗിക്കപ്പെടണം എന്നുള്ള ഒരു അധ്യാപകൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹമാണ് അദ്ദേഹത്തിലൂടെ വെളിപ്പെട്ടു വരുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം അധ്യാപകനായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളിലും അതുപോലെ തന്നെ പരീക്ഷാ പേപ്പറുകളിലുമൊക്കെ കണ്ട ചില തെറ്റുകൾ, ഭാഷാപരമായ വൈകല്യങ്ങൾ, അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഈ പത്രമാധ്യമങ്ങൾ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വരുന്ന ധാരാളം തെറ്റുകൾ, പ്രഭാഷണങ്ങളിൽ വരുന്ന തെറ്റുകൾ, ഇതെല്ലാം നിരന്തരം കേട്ടും അറിഞ്ഞും ഉണ്ടായ ഒരു ബോധത്തിൽ നിന്നാണ് അദ്ദേഹം ഭാഷാശുദ്ധിക്ക് വേണ്ടിയുള്ള തൻ്റെ ശ്രമകരമായ ഉദ്യമം ആരംഭിച്ചത്. പക്ഷെ അത് വളരെ ഫലപ്രദമായിരുന്നു. ആ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട 5 പുസ്തകങ്ങൾ എഴുതി. 5 പുസ്തകങ്ങളും മലയാളത്തിൽ ചൂടപ്പം പോലെ വിറ്റഴിയപ്പെടുകയാണ് ചെയ്തത്. ഒരുപാട് മലയാളികൾക്ക് വഴി തെളിച്ചു കൊടുത്ത പുസ്തകങ്ങളാണ്. തെറ്റും ശരിയും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഈ വഴിക്കുള്ള പുസ്തകത്തിൻ്റെ പേര്. അത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണ്. അത് സംഭാഷണ രൂപത്തിലും കഥയുടെ രൂപത്തിലുമൊക്കെ ഭാഷാപരമായ വൈകല്യങ്ങളെക്കുറിച്ച് സാധാരണ കുട്ടികളിലേക്ക് വിവരം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം നടത്തിയത്. തെറ്റിക്കും ശേഷം തെറ്റില്ലാത്ത മലയാളം, ശുദ്ധ മലയാളം, തെറ്റില്ലാത്ത ഉച്ചാരണം, ഭാഷാശുദ്ധി, സംശയ പരിഹാരങ്ങൾ തുടങ്ങിയ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ഈ 5 പുസ്തകങ്ങളും കൂടെ ചേർത്ത് പിൽക്കാലത്ത് നല്ല ഭാഷ എന്ന പേരിലൊരു പുസ്തകം വരികയുണ്ടായി. അതുപോലെ തന്നെ മലയാളവും മലയാളികളും എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇതൊക്കെ ഭാഷാപരമായ ഭാഷാശുദ്ധിയെ കുറിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ ഇത് പല മാധ്യമങ്ങളിലായി അദ്ദേഹം പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളൊക്കെ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹം ചെയ്തത് വാസ്തവത്തിൽ ഒരു വലിയ പരിഷ്കരണ യത്നമായിരുന്നു. അല്ലെങ്കിൽ മലയാളിയുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റും സാധാരണ ജനങ്ങളുടെ ഭാഷ വിശദീകരിക്കാനല്ല അദ്ദേഹം ശ്രമിച്ചത്. പൊതു മലയാളത്തിൽ അല്ലെങ്കിൽ മാനക ഭാഷയിൽ വരുന്ന തെറ്റുകൾ, അതായത് നമുക്ക് മലയാളിക്ക് പൊതുവെ ഒരു ബോധമുണ്ട്, മലയാളം എങ്ങനെയും പോയാൽ മതി, അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, ഉച്ചാരണത്തെറ്റിലും കുഴപ്പമില്ല,
തെറ്റിലും കുഴപ്പമില്ല, വാക്യഘടനയിലും കുഴപ്പമില്ല എന്ന മട്ടിലുള്ള ഒരു സമീപനത്തെയാണ് അദ്ദേഹം എതിർത്തത്. അതൊരു ഭാഷാസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുള്ള നിരന്തരമായ ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത്. ആ ശ്രമത്തിന്റെ പേരിൽ അദ്ദേഹം ഒരുപാട് വിമർശിക്കപ്പെട്ടു. കുറെ അധ്യാപകരും പണ്ഡിതന്മാരും തന്നെ അദ്ദേഹത്തെ വിമർശിച്ചു എന്നുള്ളതാണ്. അവർ പ്രധാനമായി ഉന്നയിച്ചത് പ്രയോഗ സാധുത എന്ന് പറയുന്ന ഒരു വാദമാണ്. അതായത് പ്രയോഗിച്ചാൽ പോരെ, അതിൽ ചില്ലറ തെറ്റെന്തിനു നോക്കുന്നു എന്നുള്ള മട്ടാണ്. വാസ്തവത്തിൽ അത് ശരിയായ ഒരു കാര്യമല്ല. കാരണം ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ പ്രയോഗ രീതികളുണ്ട്. അതിലുപയോഗിക്കുന്ന പദങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അതിൻ്റെ നിഷ്പത്തിയിലും അതിൻ്റെ ഉപയോഗത്തിലുമുള്ള നിഷ്ഠകളുണ്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാതെയുള്ള പ്രയോഗം തീർച്ചയായും വികലമായി തീരുക തന്നെ ചെയ്യും. അപ്പോൾ മലയാളത്തോടുള്ള പൊതുവായിട്ടുള്ള അവഗണനയുടെ ഭാഗമായിട്ടാണ് നമ്മളിൽ പലരും എങ്ങനെയും മതി മലയാളം എന്ന് ചിന്തിച്ചു പോകുന്നത്. അപ്പോൾ ഈ അക്ഷരങ്ങളിൽ മാത്രമല്ല അദ്ദേഹം ചെയ്തത്, പലരും അങ്ങനെയും ധരിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ അക്ഷരശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പദങ്ങൾ നന്നാക്കാൻ വേണ്ടി മാത്രമാണ് ശ്രമിച്ചത്. ഈ ഗവേഷണ പ്രബന്ധങ്ങളിൽ പോലും നോക്കിയാൽ നമുക്കറിയാം, വാചകഘടനയിൽ ആളുകൾ വരുത്തുന്ന വലിയ വലിയ തെറ്റുകളുണ്ട്. പ്രത്യേകിച്ചും ഈ സമുച്ചയം പോലെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പ്രയോഗിക്കുന്ന സമയത്ത് പരസ്പരം ചേർച്ചയില്ലാതെ പോകുന്ന ധാരാളം വാക്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരം ഘട്ടങ്ങളിലും അതിൽ വരുന്ന പ്രശ്നങ്ങൾ വളരെ സരസമായി നർമ്മമധുരമായി ആവിഷ്കരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം എഴുതിയ ചില ഉദാഹരണങ്ങൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം ഈ ഒരിടത്ത് എഴുതിയിരിക്കുകയാണ്, പ്രസംഗത്തിനിടയിൽ മദ്യപാനവും മറ്റും തീരെ പാടില്ലെന്ന് മന്ത്രി വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു. ഈ വാക്യം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കറിയാം. പ്രസംഗത്തിനിടയിൽ മദ്യപാനവും മറ്റും തീരെ പാടില്ലെന്ന് മന്ത്രി വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു. അപ്പോൾ പ്രസംഗത്തിനിടയിൽ മദ്യപാനം എന്നല്ല വാസ്തവത്തിൽ മന്ത്രി ഉദ്ദേശിക്കുന്നത് മദ്യപാനവും മറ്റും തീരെ പാടില്ലെന്ന് മന്ത്രി പ്രസംഗത്തിനിടയിൽ വിദ്യാർത്ഥികളെ ഉദ്ബോധിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സാധാരണ വരാനിടയുള്ള ഒരു തെറ്റാണ്. അതുപോലെ തന്നെ ദൈവസഹായത്താൽ വന്ന ആപത്തുകളെല്ലാം വളരെ വേഗം നീങ്ങിക്കിട്ടി. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് ആദ്യം തോന്നുന്നത് ആപത്തുകൾ ദൈവസഹായത്താൽ വന്നു ചേർന്നു എന്നുള്ളതാണ്. അപ്പോൾ വന്നു ചേർന്ന ആപത്തുകളെല്ലാം ദൈവസഹായത്താൽ നീങ്ങിക്കിട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കലി പുഷ്കരന്റെ അരികിൽ വരികയും നളനെ ചൂതിൽ തോൽപ്പിക്കണമെന്ന് പറയുന്നു. ഇവിടെ നോക്കൂ, ഈ എന്ന പ്രയോഗത്തിന്റെ ഒരു പ്രശ്നമാണ്. കലി പുഷ്കരന്റെ അരികിൽ വരികയും നളനെ ചൂതിൽ തോൽപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാണ് വേണ്ടത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇങ്ങനെ ധാരാളം തെറ്റുകൾ സാധാരണ പ്രയോഗത്തിൽ തന്നെ വരാറുണ്ട്. വാക്കുകളും അതുപോലെ തന്നെ. ഇപ്പൊ ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇപ്പോ ദ്രുപദന്റെ പുത്രിയാണ് ദ്രൗപദി. പക്ഷെ നമ്മൾ പലരും ഉപയോഗിക്കുന്നത് ദ്രൗപദി എന്നാണ്. പതി എന്ന തായാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പോൾ ദിനപത്രങ്ങളിൽ ദിവസം തോറും കാണുന്ന ഒരു തെറ്റാണ് പീഡനം എന്ന വാക്കിനെ പീഡനം എന്ന് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രസംഗവേദിയിൽ കയറിയാൽ എല്ലാവരും ഹൃദയപൂർവ്വം എന്നുള്ളതിന് ഹാർദവമായി എന്നാണ് പറയുന്നത്. ശരിയായ പ്രയോഗം ഹാർദമായി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ദൈനംദിന ജീവിതത്തിൽ തന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉപയോഗിക്കുന്ന ധാരാളം തെറ്റുകളെ കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് വാസ്തവത്തിൽ പന്മന രാമേന്ദ്രൻ നായർ അദ്ദേഹത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ചുള്ള നിരീക്ഷണത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഗൗരവത്തോടെ മനസ്സിലാക്കാൻ അന്ന് അദ്ദേഹത്തിന്റെ ഈ രചനകളെ വായിക്കുകയും പിന്തുടരുകയും ചെയ്തിരുന്ന ആളുകൾക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ കാലം കുറച്ച് കഴിഞ്ഞതോടുകൂടി ഭയങ്കര സ്വാതന്ത്ര്യവാദികളായി തീർന്നു നമ്മൾ. ഈ ഭയങ്കരം എന്ന് ഞാൻ പ്രയോഗിച്ച വാക്കിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഭയം ഉണ്ടാക്കുന്നതാണ് ഭയങ്കരം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വലിപ്പം ഉള്ളത് എന്നുള്ള അല്ലെങ്കിൽ വലുതായതെന്നുള്ള അർത്ഥത്തിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു ഇത് ഇന്ന് ഈ സ്വാതന്ത്ര്യവാദം കൂടിയതോടുകൂടി നമ്മൾ എങ്ങനെയും ഭാഷ പോയാൽ മതി, ഭാഷയ്ക്ക് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും വേണ്ട, ജാഗ്രതയൊന്നും വേണ്ട, ശുദ്ധിയെക്കുറിച്ചുള്ള ബോധം വേണ്ട എന്നുള്ള തലത്തിലേക്ക് എത്തിച്ചേർന്നത് വലിയ ഘടകരമായ ഒരു അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന്റെ അഭിമാനത്തിന് തന്നെ ക്ഷതമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പറയാതെ വയ്യ. പന്മന രാമേന്ദ്രൻ നായർ സാർ ഈ ഭാഷാശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം. അദ്ദേഹം ഒന്നാം തരം ഒരു എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു. കവിത എഴുതിയാണ് തുടങ്ങിയത്. ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആർ രാജരാജവർമ്മയെ കുറിച്ച് നവയുഗ ശില്പി രാജരാജവർമ്മ എന്ന പേരിലുള്ള ഒരു ഉജ്ജ്വലമായ കൃതി എഴുതിയിരുന്നു. മലയാളത്തിൽ നിയോ ക്ലാസിസിസത്തിനെ കുറിച്ചുണ്ടായ ഒരേ ഒരു പുസ്തകം പന്മന രാമേന്ദ്രൻ നായർ സാർ എഴുതിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സ്വപ്നവാസവതത്വത്തിനും മലയവിലാസത്തിനും വ്യാഖ്യാനങ്ങൾ എഴുതി. നളചരിത ആട്ടക്കഥയ്ക്ക് കൈരളി എന്ന പേരിൽ മറ്റൊരു വ്യാഖ്യാനം എഴുതി. ആശ്ചര്യ ചൂടാമണിയും നാരായണീയവും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഇതിനൊക്കെ അപ്പുറം ഒരു മികച്ച സംഘാടകൻ എന്നുള്ള നിലയ്ക്ക്
ഒരു ഏറ്റവും ശ്രേഷ്ഠനായ അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, സംഘടനാ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒക്കെ വളരെ പ്രസിദ്ധനായ ആളായിരുന്നു പന്മന സാറ്. അദ്ദേഹം പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കാലത്ത് നിരവധി സെമിനാറുകൾ നടത്തുകയും ആ സെമിനാറിൽ കൂടെ വിലപ്പെട്ട പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ആ പ്രബന്ധങ്ങളെല്ലാം ചേർത്ത് പുസ്തകങ്ങളാക്കുകയും ചെയ്ത് നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ പന്മന സാറിൻ്റെ സംഭാവനകളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ഉണക്ക ശാസ്ത്രിയുടെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ശാഠ്യം എന്നതിലപ്പുറം, അല്ലെങ്കിൽ കാർക്കശ്യം എന്നതിലപ്പുറം മലയാളത്തെ സ്നേഹിക്കുന്ന ഒരു മഹാമനീഷിയുടെ മുഖമാണ് നമ്മൾ ഓർക്കേണ്ടത്. അദ്ദേഹത്തെ ഒരു കാരണവശാലും മലയാളി വിസ്മരിക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും ഭാഷാശുദ്ധിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ നല്ല ഭാഷ എന്ന ആ ഗ്രന്ഥം എല്ലാ മലയാളികളുടെയും മേശപ്പുറത്ത് നിർബന്ധമായും വേണ്ടതാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.